everyone, myself Jinsi SR, Assistant Professor, Department of History, Christ College, Irinalakuda. Last video, നമ്മൾ ഫോർ ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി ഓഫർ ചെയ്യുന്ന മൈനർ പ്രോഗ്രാം ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കോഴ്സ് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 1757 to early 20th century എന്നുള്ളതാണ്. സോ ആ ഒരു വീഡിയോയിൽ നമ്മൾ സിലബസ് വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ വരവ് മുതലാണ് ഇന്ത്യയിൽ കൊളനൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മോഡേണൈസേഷൻ, മോഡേൺ പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പീരീഡ് എന്ന് പറയുന്ന രീതിയിൽ മറ്റ് യൂറോപ്യൻ പവേഴ്സ് ആരൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു അവർ ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിനെ തുടർന്ന് ഓരോ യൂറോപ്യൻ പവേഴ്സിനെ നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വന്നത് എന്നുള്ളതും നമുക്ക് വിശദമാക്കാം. സോ വെൽക്കം ടു ദി ക്ലാസ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻ പവേഴ്സ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. കൊളനൈസേഷൻ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് യൂറോപ്യൻസിന്റെ വരവോട് ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ പവേഴ്സ് വന്നതിനെ തുടർന്നാണ് കൊളോണിയലിസം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു യൂറോപ്യൻ പവർ. എസ്പെഷ്യലി ട്രേഡിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മോഡേൺ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 15th സെഞ്ച്വറിയിൽ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ ഒരു യൂറോപ്യൻ പവർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അതിനെ തുടർന്നാണ് മറ്റ് യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പോർച്ചുഗീസുകാരുടെ ഒരു വരവാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തിനാണ് ഈ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത്? വൈ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രേഡ്, അന്നത്തെ കാലഘട്ടത്തിലെ ട്രേഡ് എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിൾ ആയിരുന്നു. പ്രത്യേകിച്ചും അന്ന് ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്രേഡ് അന്ന് മൊണോപ്പൊലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അറബ് ട്രേഡേഴ്സും അതുപോലെ ഇറ്റാലിയൻ മെർച്ചൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇന്റർമീഡിയറി ഗ്രൂപ്പായിട്ടുള്ള അറബ് ട്രേഡേഴ്സ്, ഇറ്റാലിയൻ മെർച്ചൻസിലൂടെയായിരുന്നു. അപ്പോൾ ഈ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് നേരിട്ട് വരാനായിട്ടുള്ള ഒരു മാർഗം, അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അവർക്ക് ഈ ഒരു ട്രേഡ് മൊണോപ്പൊളി അവർക്ക് ബ്രേക്ക് ചെയ്യണമായിരുന്നു. കാരണം ഇന്ത്യയെക്കുറിച്ച് അവർ ഈ പറയുന്ന മെർച്ചൻസിലൂടെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സമ്പന്നമായിട്ടുള്ള, വളരെ റിച്ച് ആൻഡ് വെൽത്തി ആയിട്ടുള്ള ഒരു പ്രദേശമായിട്ട് അവർക്കറിയാം. ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. കാരണം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകളായിരുന്നു ഇന്ത്യൻ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. അതിന് ഗ്ലോബൽ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ട്രേഡ് സെനാരിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡ് മൊണോപ്പൊളി ബ്രേക്ക് ചെയ്തിട്ട് നേരിട്ട് ഇന്ത്യയിലേക്ക് ട്രേഡിന് വേണ്ടി വരാനായിട്ട് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള ഒരു ഡയറക്റ്റ് ട്രേഡ് റൂട്ട് തുടങ്ങാനായിട്ട് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇന്ത്യയിലേക്ക് യൂറോപ്യൻസ് വരാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു ടേണിംഗ് പോയിന്റ്, ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് 15ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത്, അതായത് 1453 സംഭവിക്കുന്നു. എന്താണ് 1453 ഉണ്ടായിട്ട് ഒരു വഴിത്തിരിവ്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം ഓട്ടോമൻ ടർക്സ് പിടിച്ചെടുക്കുന്നു. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ നിൽക്കുന്ന ഏരിയയിലൂടെയാണ് ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ ഏഷ്യയിലേക്കുള്ള ട്രേഡ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓട്ടോമൻ ടർക്സ് ഈ റൂട്ട് പിടിച്ചെടുത്തപ്പോൾ ട്രേഡ് റൂട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നു, ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഈ ഒരു ട്രേഡ് റൂട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു എക്കണോമിക് ഷോർട്ടേജ് അവിടെ ഉണ്ടാകുന്നു. ഓൾറെഡി ഈ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഇന്ത്യയിലേക്ക് ഡയറക്റ്റ്ലി എത്താനായിട്ടുള്ള ഒരു മാർഗത്തെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ടാകുന്നത്. സോ അവിടെ ഒരു നെസസിറ്റി എമർജ് ചെയ്ത് വരികയാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് എത്തുക, ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തുക എന്ന് പറയുന്ന ഒരു നെസസിറ്റി അവരുടെ ഇടയിൽ എമർജ് ചെയ്തു വരികയും അതിലേക്കുള്ള മാർഗങ്ങൾ ഇവർ അന്വേഷിക്കുകയും തുടങ്ങുന്നു. സോ പുതിയൊരു ട്രേഡ് റൂട്ട് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ആവശ്യകത ഈ ഒരു കാലഘട്ടത്തിൽ എമർജ് ചെയ്തു വരുന്നു. അതിനെ തുടർന്നാണ് പുതിയ ട്രേഡ് റൂട്ടുകളും പുതിയ സീ റൂട്ടുകളും പുതിയ പ്രദേശങ്ങളും ഏഷ്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലുമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നതാണ്. ആൻഡ് ദിസ് ലെഡ് ടു ദി സയന്റിഫിക് ഡിസ്കവറീസ്.
അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി എങ്ങനെയാണ് ഈ ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസിലേക്ക് ഇവർ എത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ സഹായിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഫാക്ടേഴ്സ് അതിനെ സഹായിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയാവുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നതാണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 15ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ റിനൈസൻസ് ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്, നവോത്ഥാനം ഉണ്ടായി നിൽക്കുന്ന കാലഘട്ടമാണ്. യൂറോപ്പിൽ എമ്പാടും റിനൈസൻസിന്റെ റിഫ്ലക്ഷൻസും അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് സയൻസിലും ടെക്നോളജിയിലും ഒത്തിരി ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ട്രേഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് ട്രേഡിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ടുള്ള, പുതിയ യാത്രകൾ നടത്താനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ടെക്നോളജിക്കൽ ഫെസിലിറ്റീസ് ആ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ ഉപയോഗിച്ചു, അതല്ലെങ്കിൽ അവർ അത് ഉപയോഗപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ അന്നത്തെ രാജാക്കന്മാർ, പ്രത്യേകിച്ചും പോർച്ചുഗലിന്റെയും സ്പെയിനിന്റെ ഒക്കെ റൂളേഴ്സ് നാവിഗേഷൻ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള റോയൽ പാട്രണേജ് തുടർന്ന് യാത്രകൾ നടത്താൻ, പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ടും അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് മിഷണറി ആക്ടിവിറ്റീസ് ആണ്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി ലോകത്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്ത്യാനിറ്റി വളരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മിഷണറികളായിരുന്നു. മിഷണറീസ് ഇതുപോലെ കച്ചവടക്കാരുടെ കൂടെ അവർ യാത്രകൾ ചെയ്യുകയും അത് മാരിടൈം ആക്ടിവിറ്റീസിനെ എൻകറേജ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും പുതിയ റൂട്ടുകൾ കണ്ടെത്തുകയും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ അവിടെ വിജയിപ്പിക്കാനായിട്ടും അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കച്ചവടക്കാർ മാത്രമല്ല, മിഷണറികളും ഇത്തരത്തില് മാരിടൈം ട്രേഡ് അല്ലെങ്കിൽ പുതിയ റൂട്ടുകൾ കണ്ടെത്താൻ, പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ടുള്ള പ്രവർത്തനത്തിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാരണങ്ങൾ കൊണ്ട് യൂറോപ്യൻ പവേഴ്സിന്റെ ഇടയിൽ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും പുതിയ മാർഗങ്ങൾ, പ്രത്യേകിച്ചും സീ റൂട്ടുകൾ, ട്രേഡ് റൂട്ടുകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹത്തിന്റെ പുറത്തേക്ക് ഇവർ യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അത് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസിലേക്കും എക്സ്പെഡീഷൻസിലേക്കും എത്തുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ പവേഴ്സ്, ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചും സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതിൽ മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം ജോഗ്രഫിക്കലി ഈ പറയുന്ന സ്ഥലങ്ങൾ വളരെ ഫേവറബിൾ ആയിരുന്നു. പ്രത്യേകിച്ചും പോർച്ചുഗൽ ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും അവിടുത്തെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് അതിന് വളരെ സ്യൂട്ടബിൾ ആയിരുന്നു. അതുമാത്രമല്ല അവിടുത്തെ ഒരു എൻവയോൺമെന്റും ഈ നാവിഗേഷനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റും ഒരു എക്കണോമിക് എൻവയോൺമെന്റ് അവിടെ നിലനിന്നിരുന്നു. അവിടുത്തെ റൂളേഴ്സ് അതിന് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോർച്ചുഗലിലെ റൂളർ ആയിട്ടുള്ള ഹെൻറിനെ പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത് ഹെൻറി ദി നാവിഗേറ്റർ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു നാവിഗേറ്ററാണ്, അതോടൊപ്പം തന്നെ നാവിഗേഷൻ ഒത്തിരിയേറെ എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ ഒരു എക്സ്പെഡീഷനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസിലേക്ക് മുന്നോട്ട് വരികയും അതിന്റെ ഭാഗമായിട്ട് 15ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയാണ് യൂറോപ്യൻ പവേഴ്സ് ഈ യാത്ര തുടങ്ങുന്നത്. അപ്പൊ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതിനോടൊപ്പം തന്നെ ഈ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആവശ്യകതയാണല്ലോ. കാരണം നാഷണലിസം ഡെവലപ്പ് ചെയ്തു വരുന്നൊരു കാലഘട്ടമാണ്. ഓരോ രാജ്യവും പവർഫുൾ ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. അന്ന് ഈ പവർ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വെൽത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, പവർ ഈസ് ഈക്വൽ ടു വെൽത്ത് എന്ന് പറയുന്നത്. സോ എത്രത്തോളം വെൽത്ത് ഉണ്ടോ അത്രത്തോളം പവർഫുൾ ആയിട്ടാണ് നമ്മൾ ഓരോ രാജ്യത്തെയും കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വെൽത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന്റെയും ആവശ്യകതയായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ രാജ്യങ്ങൾ ഈ ഒരു എക്സ്പെഡീഷനിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കോൺക്വസ്റ്റിലേക്കും എത്തിച്ചേരുന്നത്. സോ എന്തുകൊണ്ട് യൂറോപ്യൻസ് ഈ പറയുന്ന പുതിയ ട്രേഡ് റൂട്ടുകൾ കണ്ടെത്താൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ശരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതുവരെ ഒരു ഗ്ലോബൽ ഒരു സെനാരിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് പറയാണ്. സോ ഇന്ത്യയിലേക്ക് യൂറോപ്യൻ പവേഴ്സ് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇന്ത്യയിലേക്ക് യൂറോപ്യൻ പവർ എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ച്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങി മറ്റ് യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. സോ ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന്, എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തുകൊണ്ടാണ് യൂറോപ്യൻ പവേഴ്സ് ഈ പറയുന്ന
ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസും അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡും എങ്ങനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ദെൻ എന്തൊക്കെ സാഹചര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ സഹായിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ എപ്പോഴാണ് അവർ യാത്ര തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ബാക്കിയുള്ള ഡീറ്റെയിൽ ചെയ്തിട്ട് ഓരോ യൂറോപ്യൻ പവേഴ്സിൻ്റെയും കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.